ഗുഡ് മോർണിംഗ് ഗേൾസ്. അപ്പോൾ നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ്. റാബിറ്റിൻ്റെ വേർട്ടിബ്രൽ കോളമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യണം, സ്റ്റാർട്ട് ഓഫ് ചെയ്യണം. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇന്ന് നോക്കി വിടാം. ഓക്കെ, അപ്പോൾ വേർട്ടിബ്രൽ കോളം എന്ന് പറയുന്നത് റാബിറ്റിൻ്റെ കേസിൽ 45 വെർട്ടിബ്രേ ചേർന്നുണ്ടാക്കിയേക്കുന്ന ഒരു കോളമാണ്. ഈ വെർട്ടിബ്രൽ കോളം ഇറ്റ് എൻക്ലോസസ്, വെർട്ടിബ്ര എല്ലാം ചേർന്ന് ഇറ്റ് എൻക്ലോസസ് എ കനാൽ വിച്ച് ഇസ് നോൺ ആസ് ദ ന്യൂറൽ കനാൽ. ഈ ന്യൂറൽ കനാലിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മുടെ സ്പൈനൽ കോഡ് പോകുന്നത്. ഈ 45 വെർട്ടിബ്രയുടെ ഇടയ്ക്കായിട്ട് ഇറ്റ് ഇസ് ഇൻ്റർവീൻഡ്, അല്ലെങ്കിൽ എൻ്റെ ഇടയ്ക്കായിട്ട് ഇൻ്റർവെർട്ടിബ്രൽ ഡിസ്ക് കാണുന്നുണ്ട്. ഓക്കെ, വിച്ച് ഇസ് എ ഫൈബ്രസ് കാർട്ടിലേജ്. ഫൈബ്രസ് ആയിട്ടുള്ള കാർട്ടിലേജ് ആണ് എൻ്റെ ഇടയ്ക്ക് ഇരിക്കുന്നത്. ഓക്കെ, ഫ്രിക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു സ്ട്രക്ചർ ഇടയ്ക്ക് ഇരിക്കുന്നത്. ഇനി വെർട്ടിബ്രൽ കോളത്തിനെ 5 റീജിയനായിട്ട് തിരിച്ചേക്കുന്നുണ്ട്. അപ്പോൾ ഓരോ റീജിയനിലെ വെർട്ടിബ്രേനെ ആ ഒരു പേര് ചേർത്തായിരിക്കും നമ്മൾ വിളിക്കുന്നത്. ഓരോന്നിനും കൃത്യമായ നമ്പറുണ്ട്. ഓരോന്നും നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ എത്ര എണ്ണം വീതം ഉണ്ടെന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, ദ ഫസ്റ്റ് റീജിയൻ ഇസ് ദ സെർവിക്കൽ റീജിയൻ, നമ്മുടെ കഴുത്തിൻ്റെ ഭാഗം. ദെൻ കംസ് ദ തൊറാസിക് വെർട്ടിബ്രേ, തൊറാസിക് റീജിയനിലുള്ള. അത് കഴിഞ്ഞ് ലുംബാർ, അത് കഴിഞ്ഞ് സേക്രൽ ആൻഡ് ദെൻ കോഡൽ. ഒന്നുകൂടെയും പറയാം: സെർവിക്കൽ, തൊറാസിക്, ലുംബാർ, സേക്രൽ ആൻഡ് കോഡൽ. അങ്ങനെ 5 റീജിയനിലായിട്ടാണ് നമ്മുടെ വെർട്ടിബ്രേ കാണപ്പെടുന്നത്. ഓരോ റീജിയനിലെ വെർട്ടിബ്രയ്ക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. അതിൻ്റെ സ്ട്രക്ചറിൽ ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന ടിപ്പിക്കൽ സ്ട്രക്ചർ ഓഫ് എ വെർട്ടിബ്രേ ആണ്. തേർഡ് ലുംബാർ വെർട്ടിബ്രേ, ലുംബാർ റീജിയനിലെ 3ാമത്തെ വെർട്ടിബ്രേക്കാണ് ഒരു ടിപ്പിക്കൽ സ്ട്രക്ചർ ഉള്ളതായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ടിപ്പിക്കൽ വെർട്ടിബ്രയുടെ സ്ട്രക്ചർ പറയുമ്പോൾ തേർഡ് ലുംബാർ വെർട്ടിബ്രേനെ കുറിച്ചാണ് പറയുന്നതെന്ന് നമ്മൾ ഓർത്തിരിക്കണം. ഈ പടത്തിൽ കാണുന്നതാണ് നമ്മുടെ ടിപ്പിക്കൽ വെർട്ടിബ്രേ. അതിൻ്റെ മെയിൻ ബോഡി വെച്ച് ഞാൻ തുടങ്ങുകയാണ്. ബോഡി ഓഫ് എ വെർട്ടിബ്രേനെയാണ് നമ്മൾ സെൻട്രം എന്ന് പറയുന്നത്. അതിൻ്റെ മെയിൻ കഷ്ണം. ഓക്കെ, ദ സോളിഡ് ബ്ലോക്ക്, നടുവിലുള്ള ആ ഒരു സോളിഡ് ബ്ലോക്കിനെയാണ് നമുക്ക് ഒരു കഷ്ണമായിട്ട് വെർട്ടിബ്രയുടെ പടമൊക്കെ കാണുമ്പോൾ അതിൻ്റെ സൈഡ് വ്യൂസൊക്കെ ഇനി ഞാൻ അപ്ലോഡ് ചെയ്ത് കാണിച്ചു തരാം. കാണുമ്പോൾ ആ ഒരു സ്റ്റൗട്ട് ബ്ലോക്ക്, അതിനെയാണ് സെൻട്രം, ബോഡി ഓഫ് എ വെർട്ടിബ്ര എന്ന് പറയും. അതിനാണ് സെൻട്രം എന്ന് പറയുന്നത്. ഇൻ ദ കേസ് ഓഫ് എ ടിപ്പിക്കൽ വെർട്ടിബ്ര, ഈ സെൻട്രം ഇച്ചിരി സ്റ്റൗട്ടാണ്. ഓക്കെ, സ്റ്റൗട്ട് എന്ന് പറഞ്ഞാൽ ഇച്ചിരി വണ്ണമുണ്ട്, ഇച്ചിരി വണ്ണമുണ്ട്, ആവശ്യത്തിന് കാണാൻ പറ്റുന്നൊരു സാധനമാണ്, സ്റ്റൗട്ടായിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. പിന്നെ അതിൻ്റെ മേളും താഴും ഇങ്ങനൊരു സ്ട്രക്ചറായിട്ട് ഇരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ വേറൊരു 2 നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അങ്ങനെ ഒരു സ്ട്രക്ചറായിട്ടാണ് സെൻറ്റർ ഇരിക്കണമെങ്കിൽ എൻ്റെ മേളും താഴും. ഓക്കെ, മേളും താഴും മോറോലെസ് ഫ്ലാറ്റായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അതിനെ ആംഫിപ്ലാറ്റിയൻ എന്ന് വിളിക്കുന്നു. മേളും താഴെയും മോറോലെസ് ഫ്ലാറ്റായിട്ടാണ് സെൻറ്റർ ഇരിക്കുന്നതെങ്കിൽ, അതായത് കുഴിയോ ഇപ്പം ഇങ്ങനെ എന്താ പ്രൊജക്ഷൻസോ ഒന്നും ഇല്ലാണ്ട്, പ്രൊജക്ഷൻസ് ഐ മീൻ കോൺകേവ് അല്ലെങ്കിൽ കോൺവെക്സ് സർഫസസ് അല്ലാണ്ട് മോറോലെസ് ഫ്ലാറ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ആംഫിപ്ലാറ്റിയൻ എന്നാണ് ആ സെൻട്രത്തിനെ നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ സെൻട്രത്തിൻ്റെ പ്രത്യേകത മനസ്സിലായല്ലോ, ഈ ടിപ്പിക്കൽ വെർട്ടിബ്രയുടെ. ഇനി ഓൺ ടു ദ എപ്പിഫൈസിസ്, സെൻട്രത്തിൻ്റെ എപ്പിഫൈസിസ്. ഈ ഒരു ഭാഗം കാണുന്നുണ്ടോ? ഒരു ഏകദേശം ഒരു റിങ് പോലത്തെ, സെൻട്രത്തിൻ്റെ തന്നെ താഴെ ഭാഗമാണ്, സെൻട്രത്തിൻ്റെ താഴെ ഭാഗമാണ് ഏകദേശം അതൊരു റിങ് പോലെ ആണ് ഇരിക്കുന്നത്, റിങ് പോലെയാണ് ഇരിക്കുന്നത്. ഇത് ഡെവലപ്മെൻറ്റൽ സ്റ്റേജിൽ ഇത് 2 കഷ്ണമായിട്ടായിരിക്കും ഇരിക്കുന്നത്. അഡൾട്ട് റാബിറ്റ് ആകുമ്പോഴത്തേക്കും ഒറ്റ കഷ്ണം റിങ് ആയിട്ട് അത് മാറും. അതിനെയാണ് എപ്പിഫൈസിസ് എന്ന് വിളിക്കുന്നത്. ഇനി ഇതിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഇവിടെ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്, ന്യൂറൽ കനാൽ അല്ലേ? ഏറ്റവും നടുവിൽ ന്യൂറൽ കനാൽ, അതിലൂടെയാണ് സ്പൈനൽ കോഡ് പോകുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ന്യൂറൽ കനാലിനെ ബൗണ്ട് ചെയ്ത് നിൽക്കുന്ന സ്ട്രക്ചറാണ്, അതിനെ കവർ ചെയ്ത് നിൽക്കുന്ന സ്ട്രക്ചറാണ് ന്യൂറൽ ആർക്ക് എന്ന് പറയുന്നത്. ന്യൂറൽ ആർക്കിന് പ്രധാനമായിട്ടും 2 ഭാഗങ്ങളാണുള്ളത്. അതിൻ്റെ ലാറ്ററൽ സൈഡ്സിൽ കാണുന്നതാണ് എന്ത്? ലാറ്ററൽ റൂട്ട്സ് എന്ന് പറയും.
ന്യൂറൽ ആർക്കിൻ്റെ ലാറ്ററൽ സൈഡ്സിലാണ് കാണുന്ന സ്ട്രക്ചേഴ്സിനെ ലാറ്ററൽ റൂട്ട്സ് എന്ന് വിളിക്കുന്നു. പിന്നെ ഈ പറഞ്ഞ ന്യൂറൽ ആർക്കിൻ്റെ മേളിലും താഴെയായിട്ട് ഇങ്ങനെ നമ്മുടെ സെൻട്രോ ഇങ്ങനെ ഇരിക്കുന്നു, അല്ലെങ്കിൽ വേർട്ടിബ്ര ഇങ്ങനെ ഇരിക്കുന്നു. സെൻട്രോ ആണ് മെയിൻ ബോഡി. സെൻട്രോ ഇങ്ങനെ ഇരിക്കുന്നു. അതിൻ്റെ ഉൾഭാഗത്തായിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ന്യൂറൽ ആർക്ക് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ മേൾഭാഗത്താട്ടോ പറയണേ, ഈ ഭാഗത്തായിട്ട് ന്യൂറൽ ആർക്ക് എന്ന് പറയുന്ന ആ ക്യാവിറ്റീനെ എൻക്ലോസ് ചെയ്യുന്ന ഭാഗമാണല്ലോ, അതിൻ്റെ മേൾഭാഗത്തും താഴെ ഭാഗത്തും എന്തുണ്ട്? ഇൻറ്റർ വേർട്ടിബ്രൽ നോച്ചസ് ഉണ്ട്. അഥവാ ചെറിയൊരു ഒരു സ്പേസ്, ഒരു ദ്വാരം പോലെ കാണുന്നുണ്ട്. ഓക്കെ, ന്യൂറൽ ആർക്കിൻ്റെ മേളിലും താഴെയുമായിട്ട് ഇൻറ്റർ വേർട്ടിബ്രൽ നോച്ചസ് കാണുന്നുണ്ട്. ഓക്കെ, ഇത് നോച്ചസ് എന്ന് പറഞ്ഞാൽ ദ്വാരം അല്ലെങ്കിൽ ഓപ്പണിങ്സ് ആണെന്ന്, ഗ്രൂവ്സ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഇതിലൂടെയാണ് സ്പൈനൽ നെർവ്സ് പുറത്തേക്കും ഉള്ളിലേക്കും ഒക്കെ കടക്കുന്നത്. ഇസ് ദാറ്റ് ക്ലിയർ? ഈ ഗ്രൂവ്സ് ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഒരു വേർട്ടിബ്രയും അടുത്ത വേർട്ടിബ്രയും തമ്മിൽ ഒരു ഗ്യാപ്പ് വരും. ഡിസ്ക് ഇടയ്ക്കുണ്ട്, അതല്ലാണ്ട് ഇത് തമ്മിൽ ഫിറ്റ് ചെയ്ത് ഒന്നിൻ്റെ മുകളിൽ അടുക്കി സ്റ്റാക്ക് ചെയ്ത് വെച്ചേക്കുന്ന പോലെ ഇരിക്കാത്തത്, ചെറിയൊരു ഗ്യാപ്പ് ഒരു വേർട്ടിബ്രയും അടുത്ത വേർട്ടിബ്രയും തമ്മിൽ അതിൻ്റെ ഒരു ഹോള് പോലെയുള്ള റീജിയൻ വരുന്നുണ്ട്. ആ ഹോള് പോലത്തെ റീജിയൻ വരാൻ കാരണം ഈ പറഞ്ഞ നോച്ച്, ന്യൂറൽ ആർക്കിൻ്റെ മുകളിലും താഴെ നോച്ച് ഉള്ളതുകൊണ്ട്. അപ്പോൾ സമീപത്തുള്ള വേർട്ടിബ്രയ്ക്കെല്ലാം ഈ നോച്ച് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒരു തുള പോലെ വരും. ആ തുളയ്ക്കാണ് ഇൻറ്റർ വേർട്ടിബ്രൽ ഫൊറാമിന എന്ന് പറയുന്നത്, ത്രൂ വിച്ച് ദ സ്പൈനൽ നെർവ്സ് പാസ് ഔട്ട്. ഇനി ഈ ന്യൂറൽ ആർക്കിൻ്റെ വേറെ ഒരു പ്രധാന ഭാഗം എന്ന് പറയുന്ന ഇതിൻ്റെ നടുഭാഗത്തായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ന്യൂറൽ സ്പൈൻ. ഇൻ ദ കേസ് ഓഫ് എ ടിപ്പിക്കൽ വേർട്ടിബ്ര നല്ല പ്രോമിനൻ്റ് ആയിട്ട് ഇച്ചിരി നീണ്ടു നിൽക്കുന്ന ഒരു ന്യൂറൽ സ്പൈനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെയുള്ളത് ഒരെണ്ണം അതിൻ്റെ ലാറ്ററൽ സൈഡിലേക്ക് തെറിച്ച് നിൽക്കുന്ന വേറൊരു സെറ്റ് ഓഫ് പ്രോസസ്സ്, അതിനെ ട്രാൻസ്വേഴ്സ് പ്രോസസ്സ് എന്ന് വിളിക്കുന്നു. അതിൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഇതിലേക്കാണ് നമ്മുടെ സ്പൈനൽ മസിൽസും ലിഗമെൻസും ഒക്കെ വന്ന് അറ്റാച്ച് ചെയ്ത് ഇരിക്കുന്നു, ട്രാൻസ്വേഴ്സ് പ്രോസസ്സിലേക്ക്. ഇനി ഈ ന്യൂറൽ ആർച്ചിൽ കാണുന്ന വേറൊരു സംഭവമാണ്, അതും ഒരു സെറ്റ് ഓഫ് പ്രോസസ്സാണ്. പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താ? ഒരു പ്രൊജക്ഷൻ പോലത്തെ സ്ട്രക്ചേഴ്സാണ് കേട്ടോ. പ്രൊജക്ഷൻസിനെയാണ് ഈ പ്രോസസ്സസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഈ കുഞ്ഞു കൊമ്പുകൾ കണ്ടോ? ഓക്കെ, ആൻറ്റീരിയർ ഭാഗത്തായിട്ട് കാണുന്ന കുഞ്ഞു കൊമ്പുകൾ, പുറത്തേക്ക് തെറിച്ച് നിൽക്കുന്ന കുഞ്ഞു കൊമ്പുകൾ, അതിനെ ആൻറ്റീരിയർ സൈഗോപ്പോഫൈസിസ് അല്ലെങ്കിൽ പ്രീ സൈഗോപ്പോഫൈസിസ് എന്ന് വിളിക്കുന്നു. ഏകദേശം ഈ ഭാഗത്ത് തന്നെ ഇതിനെ ഓവർലാപ്പ് ചെയ്ത്, ഇതിനെ മറച്ചുകൊണ്ട് താഴത്തേക്ക്, അത് നമുക്ക് കാണാൻ പറ്റുന്നില്ല, താഴത്തേക്കാണ്, ഇത് മേളിയിട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതാണ്, താഴത്തേക്ക്, അതിൻ്റെ തന്നെ താഴത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന വേറെ ഒരു സെറ്റ് ഓഫ് പ്രോസസ്സസ് ഉണ്ട്. അതുപോലെ തന്നെ താഴത്തേക്ക് തള്ളി നിൽക്കുന്ന, ആ ഭാഗത്ത് തന്നെ താഴത്തേക്ക് തള്ളി നിൽക്കുന്ന പ്രോസസ്സസ് ഉണ്ട്. അതിൻ്റെ പേര് പോസ്റ്റ് സൈഗോപ്പോഫൈസിസ്. മനസ്സിലായല്ലോ? ആൻറ്റീരിയർ ഭാഗത്ത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പ്രീ സൈഗോപ്പോഫൈസിസ് അല്ലെങ്കിൽ ആൻറ്റീരിയർ സൈഗോപ്പോഫൈസിസ്, പോസ്റ്റീരിയർ ഭാഗത്ത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന, ഈ ഒരു റീജിയണിൽ തന്നെ തള്ളി നിൽക്കുന്നത് പോസ്റ്റ് സൈഗോപ്പോഫൈസിസ് എന്ന് വിളിക്കുന്നു. ഇതൊക്കെയാണ് മെയിനായിട്ടൊരു ടിപ്പിക്കൽ വേർട്ടിബ്രയിൽ കാണുന്ന സ്ട്രക്ചേഴ്സ്. ഓക്കെ, നൗ വിൽ മൂവ് ഓൺ ടു ദ സെർവിക്കൽ വേർട്ടിബ്രേ. സെർവിക്കൽ വേർട്ടിബ്രേ ആണ് ഫസ്റ്റ് റീജിയൻ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? വേർട്ടിബ്രൽ കോളത്തിലെ ഫസ്റ്റ് റീജിയൻ എന്ന് പറയുന്നത് സെർവിക്കൽ വേർട്ടിബ്രേ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സെർവിക്കൽ വേർട്ടിബ്രേക്ക് ടിപ്പിക്കൽ വേർട്ടിബ്രേ ആയിട്ട് നോക്കുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. എന്തൊക്കെയാണ് അതിൻ്റെ വ്യത്യാസങ്ങൾ ഓരോന്നായിട്ട് പറഞ്ഞു വിടാം. ഒന്നാമത് അതിൻ്റെ ഈ പറഞ്ഞ പാട്ടില്ലേ, സെൻട്രം, മെയിൻ ബോഡി ഇത്രയൊന്നും സ്റ്റൗട്ടൊന്നുമല്ല, തിന്നാണ്, മെലിഞ്ഞ സ്ട്രക്ചറാണ്. ഓക്കെ, സ്മോൾ ആൻഡ് ഷോർട്ട് തിൻ സ്ട്രക്ചറാണ് സെൻട്രം എന്ന് പറയുന്നത്. പിന്നെ ഈ സ്പൈൻ എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഇത്രയും നീണ്ടിട്ടല്ല, സ്മോളർ പ്രോസസ്സാണ് സ്പൈൻ എന്ന് പറഞ്ഞ്. പിന്നെ ഫൊറാമൻ ഇവർക്കുണ്ട്, ഇൻ്റർവേർട്ടിബ്രൽ ഫൊറാമനൊക്കെ അവർക്കുണ്ട്. അതുകൂടാണ്ട് ഒരു അഡീഷണൽ സ്ട്രക്ചറുണ്ട്,
വെർട്ടിബ്ര ആർട്ടീരിയൽ ഫൊറാമൻ എന്ന് പറഞ്ഞൊരു അഡീഷണൽ സ്ട്രക്ചറുണ്ട്. അതും ഒരു ഒരു ഹോൾ, ഒരു ഓപ്പണിംഗ് ആണ്. അത് കാണുന്നത് അവരുടെ ട്രാൻസ്വേഴ്സ് പ്രോസസ്സിൻ്റെ ബേസിലായിട്ട് ഒരു ഗ്യാപ്പ്, ഒരു ഫൊറാമൻ കാണുന്നുണ്ട്. അതാണ് വെർട്ടിബ്ര ആർട്ടീരിയൽ ഫൊറാമൻ. അതിൻ്റെ പണി എന്താ? ആ ഗ്യാപ്പിലൂടെയാണ് വെർട്ടിബ്രൽ ആർട്ടറി പാസ് ചെയ്ത് പോകുന്നത്. ഇസ് ദാറ്റ് ക്ലിയർ? ദ നെക്സ്റ്റ് ഡിഫറൻസ് ഇസ് ദാറ്റ് ഇവരുടെ ട്രാൻസ്വേഴ്സ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ചുമ്മാ ഇങ്ങനെ ഇവിടെ നിന്ന് നീണ്ടു നിൽക്കുന്ന, ന്യൂറൽ ആർച്ചിൽ നിന്ന് നീണ്ടു നിൽക്കുന്ന ഒരു എക്സ്റ്റൻഷൻ മാത്രമല്ല, റെഡ്യൂസ്ഡ് റിബ് കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു കമ്പോസിറ്റ് സ്ട്രക്ചറാണ് സെർവിക്കൽ വെർട്ടിബ്രയുടെ ട്രാൻസ്വേഴ്സ് പ്രോസസ് എന്ന് പറയുന്നത്. ഇനി സെർവിക്കൽ വെർട്ടിബ്ര 7 എണ്ണം ഉണ്ട്. കൃത്യമായി 7 എണ്ണം ഉണ്ട് സെർവിക്കൽ വെർട്ടിബ്ര റാബിറ്റിൽ. അതിൽ ആദ്യത്തെ 2 എണ്ണത്തിന് ഇച്ചിരി പെക്യുലാരിറ്റീസ് ഒക്കെ ഉണ്ട്. ഈ പറഞ്ഞത് കൂടാണ്ട് വേറെ കുറച്ച് ഡിഫറൻസസ് ഒക്കെ അതിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകം പേരെടുത്താണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറിലേക്ക് നമുക്ക് നോക്കാം. ആദ്യത്തെ പേര് അറ്റ്ലസ്. അറ്റ്ലസ് എന്നാണ് ഫസ്റ്റ് സെർവിക്കൽ വെർട്ടിബ്രയെ നമ്മൾ വിളിക്കുന്നത്. അതിനെന്തൊക്കെയാണ് പ്രത്യേകതകൾ ഉള്ളത്? ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ ഇതിൻ്റെ നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് അല്ലേ കാണാൻ പറ്റുന്നില്ല. ഇതിൽ ഏതാ ബോഡിയിൽ നിന്നൊന്നും നമുക്ക് മനസ്സിലാവണം. ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് സെൻട്രം കാണുന്നില്ല. പക്ഷെ ന്യൂറൽ കനാലൊക്കെ നല്ല വലുതാണ് താനും. പിന്നെ സ്പൈൻ നോക്കിക്കേ, സ്പൈൻ അത്ര പ്രൊനൗൺസ്ഡ് സ്ട്രക്ചർ അല്ല, വളരെ കുഞ്ഞൊരു ജസ്റ്റ് ഒന്ന് പൊങ്ങിയിരിക്കുന്നു എന്ന് മാത്രം. പക്ഷെ ട്രാൻസ്വേഴ്സ് പ്രോസസ്സ് നോക്കിക്കേ, നീട്ടം അധികമൊന്നും ഇല്ലെങ്കിലും ഇച്ചിരി ബ്രോഡായിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. ബ്രോഡായിട്ടുള്ളൊരു സ്ട്രക്ചറുമാണ്. മോറലെസ് ഫ്ലാറ്റൻഡ് ആണ്. ഇതിൻ്റെ പെർഫൊറേഷൻസും കാണുന്നത് എന്ന് വെച്ചാൽ എന്താ, തുളകൾ നിറയെ പോഴ്സ് ഉള്ള സ്ട്രക്ചറാണ് ഇതിൻ്റെ ട്രാൻസ്വേഴ്സ് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, സെൻട്രം നമുക്കത്ര ക്ലിയർ ആയിട്ട് ഏത് ഭാഗമാണ് ബോഡിയിൽ നിന്നൊന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല എങ്കിലും ഇതാണ് നമ്മുടെ വെർട്ടിബ്ര എന്ന് വിചാരിക്കുക. അതിൻ്റെ ആൻറ്റീരിയർ ഭാഗത്ത് 2 കുഴികൾ കാണാം. എന്തിനുള്ളതാ കുഴികൾ? നമ്മൾ സ്കള്ള് പഠിച്ചു. സ്കള്ളിൻ്റെ ഏറ്റവും താഴെ ഭാഗത്ത് 2 പ്രൊജക്ഷൻസ് ഉണ്ട്. ഓക്സിപിറ്റൽ കോണ്ടൈൽ എന്ന് പറഞ്ഞാൽ ആ ഓക്സിപിറ്റൽ കോണ്ടൈൽ വന്ന് ഫിറ്റ് ചെയ്യുന്ന കുഴികളാണ് ഈ ആൻറ്റീരിയർ പാർട്ട് ഓഫ് അറ്റ്ലസിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ ആൻറ്റീരിയർ പാർട്ട് ഓഫ് അറ്റ്ലസിൻ്റെ സെൻട്രത്തിൻ്റെ ആൻറ്റീരിയർ പാർട്ടിൽ 2 കുഴിയുണ്ട്. കോൺകേവ് കുഴികളാണ്. കുഴി എന്നാൽ കോൺകേവ് ആയിരിക്കുമല്ലോ. കോൺകേവ് ഷേപ്പിലുള്ളതാണ് ഓക്സിപിറ്റൽ കോണ്ടൈൽ. സ്കള്ളിൻ്റെ ഓക്സിപിറ്റൽ കോണ്ടൈൽ വന്ന് ഫിറ്റ് ചെയ്യാൻ, ആർട്ടിക്കുലേറ്റ് ചെയ്യാനുള്ള സർഫസസ് ആണ്. ഇനി അറ്റ്ലസിൻ്റെ പോസ്റ്റീരിയർ താഴെ ഭാഗത്ത് എന്താ ഉള്ളത്? അതിൻ്റെ അകത്ത് ഒരു പ്രൊജക്ഷൻ, ഒരു ചെറിയൊരു മുട്ട് പോലത്തെ സ്ട്രക്ചറുണ്ട്. എന്തിനുള്ളതായിരിക്കും? അടുത്ത വെർട്ടിബ്രയായ ആക്സിസിൽ പോയി കയറി പിടിച്ചിരിക്കാനുള്ള ഒരു മുട്ട് പോലത്തെ സ്ട്രക്ചറാണ് ഈ പറഞ്ഞ അറ്റ്ലസിൻ്റെ പോസ്റ്റീരിയർ സർഫസിൽ കാണുന്നത്. ഇനി ന്യൂറൽ കനാൽ ഭയങ്കര വലുതാണെന്ന് നമ്മൾ പറഞ്ഞു. വലിയ സ്ട്രക്ചറാണ്. അതിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തൊരു ട്രാൻസ്വേഴ്സ് ലിഗമെൻ്റ് ഇതിൻ്റെ ഇടയ്ക്കുണ്ട്. അതിൻ്റെ മേൾ ഭാഗമാണ് ന്യൂറൽ കനാൽ. അതാണ് ഇച്ചിരി കൂടെ വലിയ ഭാഗം എന്ന് പറയുന്നത് ന്യൂറൽ കനാലാണ്. നമ്മുടെ സ്പൈനൽ കോഡ് അതിലൂടെയാണ് പോകുന്നത്. ഇനി താഴെ ഭാഗം ഇവിടെ നമ്മുടെ ട്രാൻസ്വേഴ്സ് ലിഗമെൻ്റ് ഇവിടെ മാർക്ക് ചെയ്തിട്ടില്ല. ഒരു വര നിങ്ങൾ വരച്ചതായിട്ട് സങ്കല്പിക്കുക. ഓക്കെ, ഈ ഒരു പോർഷനിൽ ഒരു ചെറിയ വര വരച്ചതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. അപ്പോൾ ഇത്രയും ഭാഗം നമ്മുടെ സ്പൈനൽ കോഡാണ് കിടക്കുന്നത്. ചെറിയൊരു ക്യാവിറ്റി ഇവിടെ കിടപ്പുണ്ട്. അതിനെ ഒഡൻറ്റോയിഡ് കനാൽ എന്ന് നമ്മൾ പറയുന്നു. അങ്ങനെ പറയാൻ കാരണമുണ്ട്. 2ാമത്തെ വെർട്ടിബ്ര ഉണ്ടല്ലോ, സെർവിക്കൽ ഭാഗത്തെ 2ാമത്തെ വെർട്ടിബ്രയുടെ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സ്, ഒഡൻറ്റോയിഡ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രോസസ്സ് ഇതിൻ്റെ ഈ ക്യാവിറ്റിയുടെ ഈ ഭാഗത്തേക്കാണ് കുന്തം പോലെ തള്ളി ഇരിക്കുന്നത്. ആ ഒഡൻറ്റോയിഡ് പ്രോസസ്സിനെ ഹൗസ് ചെയ്യുന്ന റീജിയൻ ആയതുകൊണ്ടാണ്, അതിനെ വെച്ചേക്കുന്ന റീജിയൻ ആയതുകൊണ്ടാണ് അതിനെ ഒഡൻറ്റോയിഡ് കനാൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഫൈൻ. ഇനി 2ാമത്തെ വെർട്ടിബ്രയിലേക്ക് നീങ്ങുകയാണ്. അതിൻ്റെ പേരെന്ന് പറയുന്നത് ആക്സിസ് എന്നാണ്. ആക്സിസ് ഇതിൻ്റെ സെൻട്രം കുറച്ചുകൂടെ നമുക്ക് അതിൻ്റെ മിഡിൽ പാർട്ട്, അതിൻ്റെ ബോഡി നമുക്ക് കുറച്ചുകൂടെയൊക്കെ മനസ്സിലാവുന്നുണ്ട്. സെൻട്രം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് സെൻട്രം ഉണ്ട്, ഇച്ചിരി ബ്രോഡാണ്.
ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം നോക്കിയ സാറിൻ്റെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒഡൻറ്റോയിഡ് പ്രോസസ്സ്. ഒരു കുന്തം പോലത്തെ ഒരു പ്രോസസ്സുണ്ട്. ഇതാണ് നമ്മുടെ ഈ ഒഡൻറ്റോയിഡ് കനാലിൽ പോയി ഫിറ്റ് ചെയ്ത് ഇരിക്കുന്നത്. ഓക്കെ, ദെൻ ഈ ഒഡൻറ്റോയിഡ് പ്രോസസ്സ് ഈ കനാലിൽ പോയി ഫിറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് തല തിരിക്കാനൊക്കെ പറ്റുന്നത്. നമ്മുടെ സ്കള്ളിന് ഒരു റൊട്ടേഷൻ പോസിബിൾ ആവുന്നത് ഈ പറഞ്ഞ ഒരു ആർട്ടിക്കുലേഷൻ ഉള്ളത് കൊണ്ടാണ്. ദെൻ പിന്നെ നമ്മളിവിടെ കാണുന്നത് എന്താ, ന്യൂറൽ സ്പൈൻ ഇവിടെ കാണുന്നുണ്ടല്ലേ. മറ്റേ ടിപ്പിക്കൽ വെർട്ടിബ്രയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വലിയ പ്രൊണൗൺസ്ഡ് ഒന്നുമല്ല, പക്ഷേ ഇവിടെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇറ്റ്സ് ബെറ്റർ, കുറച്ചുകൂടെ ഒരു പ്രൊജക്ഷനൊക്കെ ഉണ്ട്. പിന്നെ എന്താ, ടിപ്പിക്കൽ വെർട്ടിബ്ര ആയിട്ട് നോക്കുമ്പോഴത്തേക്കും വേറെ എന്താ ഇവിടെയുള്ള പോസ്റ്റീരിയർ സൈഗോപ്പഫൈസിസ് ഉണ്ട് ഇവിടെ, പക്ഷേ പ്രീ സൈഗോപ്പഫൈസിസ് അഥവാ ആൻറ്റീരിയർ സൈഗോപ്പഫൈസിസ് ടോട്ടലി ആബ്സെൻ്റ് ആണെന്ന് കാണുന്നു. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ആക്സിസിൻ്റെ സ്ട്രക്ചറൽ പെക്യുലാരിറ്റീസ്. അപ്പോൾ സെർവിക്കൽ വെർട്ടിബ്രെ 7 എണ്ണം ഉണ്ട് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അറ്റ്ലസിൻ്റെ പ്രത്യേകത, ആക്സിസിൻ്റെ പ്രത്യേകത, ആക്സിസിൻ്റെ ആൻറ്റീരിയർ പോർഷനിൽ നമ്മൾ അറ്റ്ലസിൻ്റെ കൂടെ ഡിസ്കസ് ചെയ്തതാണ്. ആക്സിസിൻ്റെ ആൻറ്റീരിയർ പോർഷനിൽ ഉള്ള അറ്റ്ലസിൻ്റെ ആൻറ്റീരിയർ പോർഷനിൽ എന്തുണ്ട്, സ്കള്ളിൻ്റെ ഓക്സിപിറ്റൽ കോണ്ടൈൽസ് ഫിറ്റ് ചെയ്യാനുള്ള ഗ്രൂവ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ അറ്റ്ലസിൻ്റെ പോസ്റ്റീരിയർ പാർട്ടിൽ ഒരു പ്രൊജക്ഷൻ ഉണ്ട്. എന്തിനാ, ഇവിടെ വന്ന് കയറി ഇരിക്കാനുള്ള, ആക്സിസിൽ കയറി ഇരിക്കാനൊരു പ്രൊജക്ഷൻ ഉണ്ട്. അപ്പോൾ ആക്സിസിൽ എന്തായിരിക്കും ഉണ്ടാവുക, ആക്സിസിൻ്റെ ആൻറ്റീരിയർ പോർഷനിലൊരു ചെറിയ കുഴിവായിരിക്കും കാണുന്നത് അറ്റ്ലസിൻ്റെ ആ പ്രൊജക്ഷനെ ഫിറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നെ ഒഡൻറ്റോയിഡ് പ്രോസസ്സ് ആക്സിസിൽ കാണുന്നുണ്ട്. ഇതൊക്കെയാണ് ഇൻ സമ്മറി നമ്മൾ പഠിച്ചത്. അപ്പോൾ ടിപ്പിക്കൽ വെർട്ടിബ്രയുടെ പടം, അറ്റ്ലസിൻ്റെ ഏകദേശം, ടിപ്പിക്കൽ വെർട്ടിബ്രയുടെ പടം കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അറ്റ്ലസിൻ്റെ ഏകദേശം ഒരു പടം അറിഞ്ഞിരിക്കുക, ആക്സിസിൻ്റെ ഏകദേശം ഒരു പടം നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ നമ്മളിന്ന് ടിപ്പിക്കൽ വെർട്ടിബ്രയും സെർവിക്കൽ വെർട്ടിബ്രയും കംപ്ലീറ്റ് ചെയ്തു. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ്. താങ്ക് യു.